നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 444. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം 30-ാം അധ്യായത്തിലെ 42-ാമത്തെ ശ്ലോകം മുതൽക്കാണ് ഇന്ന് പറയേണ്ടത്. ശ്ലോകം 42. നമസ്സമായ ശുദ്ധായ പുരുഷായ പരായ ച വാസുദേവായ സത്വായ തുഭ്യം ഭഗവതേ നമഃ. ഇത് 21-ാമത്തെ സ്തുതി, അവസാനത്തെ സ്തുതി എന്നർത്ഥം. 21 സ്തുതികളാണ്. അതാണ് ഇപ്പോൾ 21-ാമത്തെ സ്തുതിയാണ് ഇപ്പോൾ പറയാൻ പോണത്. നമസ്സമായ ശുദ്ധായ പുരുഷായ പരായ ച വാസുദേവായ സത്വായ തുഭ്യം ഭഗവതേ നമഃ. സമസ്വഭാവനും ശുദ്ധനും ഉത്കൃഷ്ട പുരുഷനും വാസുദേവപുത്രനും സത്വഗുണസ്വരൂപനും ഷഡ്ഗുണപരിപൂർണനുമായ അങ്ങയ്ക്കായിക്കൊണ്ട് നമസ്കാരം. ഇതിൽ മീത ഒരു സ്തുതിയില്ല. ശത്രു മിത്രം എന്ന ഭേദഭാവമില്ലാതെ സമനായും, അതായത് രാക്ഷസന്മാർക്കും അസുരന്മാർക്കും ബ്രാഹ്മണർക്കും ഋഷീശ്വരന്മാർക്കും ദേവന്മാർക്കും ഋത്തിക്കൾക്കും ഒക്കെ സമഭാവനയാണ്. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ആരും ഒരാളിൽ നിന്ന് വേറൊരാൾ ശ്രേഷ്ഠനല്ല, സമഭാവനയാണ്. അത് വിട്ടാൽ എല്ലാം നശിച്ചു. അപ്പോൾ സമനായും രാഗലോഭാദിദോഷ സംബന്ധമില്ലാതെ പരിശുദ്ധനായും കാമക്രോധമത മത്സര ലോഭ ഭയ എന്ന് പറയുന്ന 6 ദോഷങ്ങളില്ലാത്തവനും സർവന്തര്യാമിയായും സർവോത്തമനായും സർവ ആധാരനായും സത്വമൂർത്തിയായും സർവൈശ്വര്യപൂർണനായും ഇരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം. ഇതിൽ പിന്നെ എന്തെല്ലാം ഭഗവതി സേവ എനിക്കറിയണില്ല. ആരാ അത് ഉണ്ടാക്കിയത്? അപ്പോൾ ഇത്രയൊക്കെ സ്തുതിച്ചപ്പോൾ മൈത്രേയ ഉവാച എന്താ പറഞ്ഞത്? ഇതി പ്രചേതോ അഭീരഭിഷ്ടുതോ ഹരി പ്രീതസ്തധേത്യാഗ ശരണ്യവത്സല അനിശ്ചതാം യാനമതൃപ്ത ചക്ഷുഷാം യയോ സ്വധാമാനപവർഗവീര്യാം. പ്രചേതസ്സുകളാൽ ഇപ്രകാരം ഭക്തിപൂർവം സ്തുതിക്കപ്പെട്ടവനും ശരണം പ്രാപിച്ചവരിൽ വാത്സല്യമുള്ളവനും സന്തുഷ്ടനും അമോഘമായ പരാക്രമത്തോടുകൂടിയവനുമായ ഭഗവാൻ അപ്രകാരം തന്നെ എന്ന് പറഞ്ഞു. നിങ്ങൾ എന്താ ആഗ്രഹിക്കണോ അത് തന്നെ. എന്നിട്ടോ തൃപ്തമാകാത്ത നേത്രങ്ങളോട് കൂടിയവരും യാത്രയെ അനുവദിക്കാത്തവരുമായ അവരുടെ മുമ്പിൽ നിന്ന് സ്വസ്ഥാനത്തെ ആനം ചെയ്തു. ആര്? ഭഗവാൻ. അത് ഇനി മൈത്രേയരുടെ വാക്കുകൾ, അതിൻ്റെ ഭാവാർത്ഥം നോക്കുക. ഇപ്രകാരം പ്രചേതസ്സുകൾ സ്തുതിച്ചപ്പോൾ പ്രീതനായ ഭഗവാൻ ഹരി അവരുടെ പ്രാർത്ഥനയെ അംഗീകരിച്ചു. അവരിൽ മാത്രമല്ല, ആർ തന്നെ ശരണം പ്രാപിക്കുന്നുവോ അവരിൽ വാത്സല്യം ഭഗവാന്റെ സ്വഭാവമാകുന്നു. അപ്പോൾ അച്ഛനുണ്ടോ അമ്മയുണ്ടോ ഭാര്യയുണ്ടോ ഭർത്താവുണ്ടോ മക്കളുണ്ടോ എന്നുള്ളതൊന്നും ഒരു ചോദ്യം ഇവിടെ വരുന്നില്ല. ആരാണ് ഭഗവാനെ ആശ്രയിക്കണത്? രാമായണത്തിലെ ജടായു, ഭാഗവതത്തിലെ കുചേലൻ, ഇവർക്കൊക്കെ ഭഗവാൻ മതി എന്നുള്ള താല്പര്യക്കാരാണ്. ഭഗവാന് വേണ്ടി പ്രാണത്യാഗം ചെയ്യാൻ കൂടി ജടായു സന്നദ്ധനായി.
അതുകൊണ്ടാണ് ജടായുവിനെ ഭഗവാൻ സ്വന്തം മടിയിലിരുത്തി കൈകൊണ്ട് തൃക്കൈകളെ കൊണ്ട് ഒഴിഞ്ഞു സമാധാനിപ്പിച്ചു ജീവൻ കളഞ്ഞു. ഈ ഭാഗ്യമാണ് നമ്മൾ തേടേണ്ടത്. അതിനാണ് പറഞ്ഞത്, ഭഗവാന്റെ സ്വരൂപശോഭയെ കണ്ടുകൊണ്ട് മതി വരാതിരിക്കുന്ന നേത്രങ്ങളോടുകൂടിയ പ്രചേതസ്സുകൾ ഭഗവാൻ അവരെ വിട്ടുപോകുന്നതിന് സമ്മതിക്കുന്നില്ല എങ്കിലും ഒരിടത്തും പ്രത്യേക താല്പര്യമില്ലാത്ത ഭഗവാൻ ഭക്തന്മാരെ അനുഗ്രഹിച്ച ശേഷം സ്വസ്ഥാനമായ വൈകുണ്ഠത്തെ പ്രാപിച്ചു. അപ്പോൾ ഒരിടത്തും പ്രത്യേക താല്പര്യം ഇല്ലാത്ത ഭഗവാൻ. അപ്പോൾ നമ്മൾ എങ്ങനെ ഗുരുവായൂർ മാത്രം ഭഗവാന്റെ നിവാസസ്ഥാനം എന്ന് പറയാം? തെറ്റ്, അത് തെറ്റാണ്. അത് പറയുന്നവരെ ഭാഗവതം പഠിച്ചിട്ടില്ല എന്ന് പറയാം. ഭാഗവതം പഠിച്ചവർക്ക് അങ്ങനെ ഒരു വിശേഷ സ്ഥലം പറയാൻ പറ്റില്ല. ഭഗവാൻ ജീവജാലങ്ങളിൽ വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു ശരി വേറെ ഇല്ല. മനസ്സിലായില്ലേ? 44-ാമത്തെ ശ്ലോകം നോക്കൂ. അധ നിര്യായസലിലാത് പ്രചേതസ ഉദന്നതാവീക്ഷാകുപവൻ ദ്രുമൈച്ചന്നാം ഗാം ഗാം രോധും യുവോശ്രിതൈ. അനന്തരം പ്രചേതസ്സുകൾ സമുദ്രജലത്തിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് സ്വർഗത്തെ തടയുവാനോ എന്ന് തോന്നുമാറ് ഉയർന്നിരിക്കുന്ന വൃക്ഷങ്ങളാൽ മറയ്ക്കപ്പെട്ടിരിക്കുന്ന ഭൂമിയെ നോക്കിയിട്ട് കോപിച്ചു. ഭൂമിദേവിനെ കാണാനില്ല, മരങ്ങളാൽ മറയ്ക്കപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഭാവാർത്ഥം, ഭഗവാൻ മറഞ്ഞതിൻ്റെ ശേഷം പ്രചേതസ്സുകൾ സമുദ്രാന്തർഭാഗത്തിൽ നിന്ന് വെളിക്ക് വന്ന് നോക്കിയപ്പോൾ സ്വർലോകത്തെ കൂടെ നിരോധിപ്പാൻ ഭാവിച്ചിരിക്കുന്നുവോ എന്ന് തോന്നുമാറ് ഉയർന്നു നിൽക്കുന്ന വൃക്ഷങ്ങൾ കൊണ്ട് ഭൂമി മുഴുവനും മൂടിയിരിക്കുന്നതായിട്ട് കണ്ടപ്പോൾ വൃക്ഷങ്ങളെ നേരെ കോപിച്ചു. ശരിക്കും കോപം വരാൻ പാടില്ല. അത് എന്തിനാണ് എന്നുള്ളത് നോക്കുക. പ്രാചീന പർഗീസ് സന്യസിച്ചു പോയ കാലമായതിനാൽ രാജ്യം അരാജകമായിരുന്നു. കൃഷി മുതലായ വ്യാപാരങ്ങളുടെ അഭാവത്താൽ വൃക്ഷാദികൾ കണക്കിലേറെ വളർന്നിരുന്നു. ഈ വിധമായാൽ പ്രജാസൃഷ്ടിയും പരിപാലനവും അസാധ്യമായിരിക്കുമെന്നുള്ള വിചാരമാണ് കോപത്തിന് കാരണമായത് എന്ന് പറഞ്ഞു. അപ്പോൾ കാര്യമില്ലാണ്ട് കാരണം ഉണ്ടാവില്ലല്ലോ. ഇനി 45-ാമത്തെ ശ്ലോകം നോക്കുക. തതോ അഗ്നിമാരുതോ രാജന്നമുഞ്ജന്മുഖതോരുഷാ മഹീം നിർവീരൂധം കർത്തും സംവർത്തകൈവാത്യയേ. എന്താ പറഞ്ഞത്? ഹേ രാജാവേ, അനന്തരം കോപത്താൽ മുഖത്തിൽ നിന്ന് പ്രളയകാലത്തിൽ കാലാഗ്നി എന്ന പോലെ ഭൂമിയെ വൃക്ഷലതാദികളില്ലാത്തതാക്കി തീർപ്പാനായിക്കൊണ്ട് അഗ്നിയെയും കാറ്റിനെയും മോചിപ്പിച്ചു. അതായത് എല്ലാം കരിച്ച് ചാമ്പലാക്കടാ എന്ന് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഭാവാർത്ഥം, ഹേ രാജൻ, ഇത്രകാലം തപസ്സു ചെയ്തിട്ടും ഇവരുടെ ഹൃദയത്തിൽ നിന്ന് കോപബീജം നിശേഷം നശിച്ചിട്ടില്ല. അങ്ങനെ ആവരുത്. ഭഗവാനെ കണ്ട് 21 ശ്ലോകങ്ങളെ കൊണ്ട് സ്തുതിച്ചു, എന്നിട്ടും കോപം വരാതെ കണ്ടിരിക്കാനുള്ള സംയമനമനോഭാവം ഉണ്ടായില്ല. അതാണ് നമ്മൾ എന്ത് വായിച്ചു അത് നമ്മൾ മനസ്സിലാക്കി ചില തീരുമാനങ്ങൾ എടുക്കണം. ഇനി ഞാൻ കോപിക്കില്ല അകാരണമായിട്ട് എന്ന് പറയണം. അപ്പോൾ കോപബീജം നിശേഷം നശിച്ചിട്ടില്ല. പ്രജാസൃഷ്ടി പരിപാലന രൂപമായ ഉദ്ദേശം തടസ്സപ്പെടുത്തുന്നതായ ഓർത്ത ഉടനെ അവരുടെ മുഖത്തിൽ ക്രോധത്താൽ തീയും കാറ്റും പുറപ്പെട്ടു. പ്രളയകാലത്തിൽ കാലാഗ്നി എന്ന പോലെ അവ ഉജ്ജ്വലിച്ചു. ഭൂമിയിൽ വൃക്ഷലതാദികളൊന്നുപോലും ഇല്ലാതെയാക്കുവാൻ തക്ക വിധം ശക്തി അവരുടെ ക്രോധാഗ്നിക്കും നിശ്വാസമാരുതനും ഉണ്ടായിന്ന. ഒന്ന് നിശ്വാസമാകുന്ന മാരുതൻ, അതൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. അടുത്തത് 46-ാമത്തെ ശ്ലോകം. ഭസ്മസാത് ക്രിയമാണാം സ്ഥാൻ ദ്രുമാൻ വീക്ഷ്യ പിതാമഹ
ആഗതശമയാമാസ പുത്രാൻ ബർഹിഷ്മധോനയൈ. എന്താ പറഞ്ഞത്? ഭസ്മമാക്കി തീർക്കുന്ന ആ വൃക്ഷങ്ങളെ കണ്ടിട്ട് അവിടെ എത്തിച്ചേർന്ന ബ്രഹ്മാവ് ബർഹിഷത്തിൻ്റെ പുത്രന്മാരെ സാമോക്തികളാൽ സമാധാനപ്പെടുത്തി. ഭാവാർത്ഥം: വൃക്ഷലതാദികളെ മുഴുവനും ദഹിപ്പിക്കുന്നത് കണ്ടിട്ട് ബ്രഹ്മാവ് അവിടെ പ്രത്യക്ഷനായി വന്ന് ബർഹിസിൻ്റെ പുത്രന്മാരോട് സാമവാക്കുകൾ പറഞ്ഞ് സമാധാനിപ്പിച്ചു എന്നാണ്. സാമവാക്കുകൾ പറഞ്ഞ് വിശ്വസിപ്പിക്കാനും നിരീക്ഷിക്കാനൊക്കെ പഠിക്കുന്ന ആൾക്കാർ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. 47. തത്രാവശിഷ്ടായേ വൃക്ഷാ ഭീതാ ദുഹിതരം ദദാ ഉജ്ജഹൃസ്തേ പ്രചേതോ അഭ്യ ഉപദിഷ്ടാ സ്വയംഭുവാ. അവിടെ അവശേഷിച്ച വൃക്ഷങ്ങൾ ഭയപ്പെട്ടവനായിട്ട് ബ്രഹ്മാവിനാൽ ഉപദേശിക്കപ്പെട്ടവയായിട്ട് പ്രചേതസ്സുകൾക്കായി കൊണ്ട് അപ്പോൾ പുത്രിയെ സമർപ്പിച്ചു. വൃക്ഷങ്ങളുടെ പുത്രീനെ അവർ സമർപ്പിച്ചു. ഭൂമിയിൽ അവശേഷിച്ച വൃക്ഷങ്ങൾ ഭയപ്പെട്ടു. ബ്രഹ്മാവിൻ്റെ ഉപദേശപ്രകാരം അവരുടെ പുത്രിയെ പ്രചേതസ്സുകൾക്കായി കൊടുത്തു. 48 ശ്ലോകം ശ്രദ്ധിക്കാം. തേ ച ബ്രഹ്മണ ആദേശാൻ മാരിഷാം ഉപയേമിരേ യസ്യാം മഹതവജ്ഞാനാത് അജന്യാജനയോനിജാം. അവരും ബ്രഹ്മാവിൻ്റെ ആജ്ഞപ്രകാരം മാരിഷയെ വിവാഹം ചെയ്തു. യാതൊരുത്തിയിൽ അജനൻ ശ്രീനാരായണൻ, ഉൽപ്പത്തിസ്ഥാനം ശ്രീനാരായണനിൽ നിന്ന് ജനിച്ചവൻ ബ്രഹ്മാവ്, അവനിൽ നിന്ന് ജനിച്ചവൻ ദക്ഷൻ. അതായത് അതിൻ്റെ അർത്ഥ രീതികൾ പറയാണ്. മഹാനായ ശ്രീ ശിവനെ അവമാനിച്ചത് കൊണ്ട് ജനിച്ചു എന്നാണ്. മാരിഷയിലാണ് ആര് ജനിച്ചത്? ദക്ഷപ്രജാപതി. അതായത് പരമശിവന് വേണ്ട ഹവിസ് കൊടുക്കാതെ കണ്ട് ഇരുന്ന സാഹചര്യത്തിൽ ആണല്ലോ ഈ ദക്ഷയാഗം മുടക്കേണ്ടി വന്നത്. അപ്പോൾ അന്ന് മരിച്ചിട്ടുള്ള ദക്ഷന് ജീവൻ വെച്ചത് എങ്ങനെയാണ്? ശ്രീ ശിവനെ അവമാനിച്ചതുകൊണ്ട് അവിടെ ജനിച്ചു. അതുകൊണ്ടുള്ള ശിക്ഷ കഴിഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം നോക്കാം. ആ പ്രചേതസ്സുകൾ ബ്രഹ്മാവിൻ്റെ ആജ്ഞയെ അനുസരിച്ച് വിക്ഷപുത്രിയായ മാരിഷയെ വിവാഹം ചെയ്തു. ബ്രഹ്മപുത്രനായ ദക്ഷൻ ശ്രീ ശിവനെ നിന്ദിച്ചതു നിമിത്തം ബസ്ഥമുഖനായി, ആടിൻ്റെ മുഖമായി ഭവിച്ചു എന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ശരീരം ത്യജിച്ച ശേഷം ഈ മാരിഷയിൽ ജനിച്ചു. ഇനി അടുത്തത്: ചാക്ഷുഷേന്ദ്വന്തരേ പ്രാപ്തേ പ്രാക് സർഗേ കാലവിദ്രുതേ യഃ സസർജ പ്രജാ ഇഷ്ടാ സാ ദക്ഷോ ദൈവചോദിത. മുമ്പത്തെ പ്രജാസർഗകാലം കാലത്താൽ നശിപ്പിക്കപ്പെടുകയും ചാക്ഷുഷം എന്ന് പേരായ മന്വന്തരം പ്രാപിക്കുകയും ചെയ്തപ്പോൾ യാതൊരു ദക്ഷൻ ദൈവചോദിതനായിട്ട്, അതായത് ദൈവത്താൽ പ്രചോദിതനായിട്ട് ഇഷ്ടകളായ പ്രജകളെ സൃഷ്ടിച്ചു. ഇനി അതിൻ്റെ ഭാവാർത്ഥാണ് പറഞ്ഞത്. ചാക്ഷുഷം എന്നു പേരായ മന്വന്തരം വരികയും അതിനു മുമ്പത്തെ മന്വന്തരകാലം കഴിയുകയും ചെയ്തപ്പോൾ യാതൊരുവൻ ഈശ്വരപ്രേരിതമായിട്ട് ഇഷ്ടകളായ പ്രജകളെ സൃഷ്ടിച്ചുവോ ആ ദക്ഷനാണ് മാരിഷയിൽ ജനിച്ചവൻ എന്ന് പറഞ്ഞു. ഇനി 51 ശ്ലോകമാണ് അവസാനം വരിക. 50. യോ ജായമാന സർവേഷാം തേജസ്തേജസ്വിനാം രുജാ സ്വയോപാദത്തദാക്ഷ്യാശ്ച കർമ്മണാം ദക്ഷം അബ്രുവൻ. യാതൊരുവൻ ജനിക്കുന്ന സമയത്തിൽ തന്നെ തൻ്റെ സ്വരൂപശോഭയാൽ സകല തേജസ്വികളുടെ തേജസ്സിനെ സ്വീകരിച്ചു. കർമ്മങ്ങളുടെ ദക്ഷത കൊണ്ടും ദക്ഷൻ എന്ന് വിളിച്ചു. കർമ്മങ്ങളുടെ
ദക്ഷത കൊണ്ടെന്ന് അർത്ഥം. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയുന്നുണ്ട്. എന്താ? യാതൊരുവൻ ജനന സമയത്തിൽ തന്നെ തൻ്റെ ശരീരശോഭ കൊണ്ട് മഹാതേജസ്വികളെന്ന് പ്രസിദ്ധന്മാരായവരുടെ ശോഭയെ ധിക്കരിച്ചുവോ, സർവോത്കൃഷ്ടമായ ശോഭയുള്ളവനായിരുന്നതുകൊണ്ടും കർമ്മങ്ങളിൽ പ്രകാശിപ്പിച്ച ദാക്ഷ്യം ചാതുര്യം നിമിത്തവും ആ പുത്രനെ എല്ലാ ജനങ്ങളും ദക്ഷൻ എന്ന് വിളിച്ചു വന്നു എന്ന് പറഞ്ഞു. ഇനി അതിൽ 51-ാമത്തെ ശ്ലോകം, അവസാനത്തെ ശ്ലോകം. തം പ്രജാസർഗരക്ഷായാം അനാധിരവിഷ്യത്യ യുയോജ യുയുജേ അന്യാംശ സവേ സർവപ്രജാപതീൻ. എന്താണ് അർത്ഥം? ബ്രഹ്മാവ് അവനെ പ്രജകളുടെ സർഗത്തിലും രക്ഷയിലും അഭിഷേകം ചെയ്തിട്ട് നിശ്ചയിച്ചു. അവൻ തന്നെ അന്യന്മാരായ സർവപ്രജാപതികളെ യോജിപ്പിക്കുകയും ചെയ്തു എന്നാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം എന്താ? ആ ദക്ഷനെ ബ്രഹ്മദേവൻ പ്രജകളെ സൃഷ്ടിച്ച് രക്ഷിച്ച് അഭിവൃദ്ധിപ്പെടുത്തുവാൻ അഭിഷേകം ചെയ്തു നിശ്ചയിച്ചു. ദക്ഷൻ മുനീജ്യാദികളായ മറ്റു പ്രജാപതികളെ സമുചിത വ്യാപാരങ്ങളിൽ ഏർപ്പെടുത്തിയതാണ് പറഞ്ഞത്. അങ്ങനെയാണ് ആ അധ്യായം കഴിയുന്നത്. ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ചതുർത്ഥസ്കന്ധേ മോക്ഷപ്രകരണേ പ്രചേതോപാഖ്യാനേ ഭഗവത് പ്രസന്നാതിരൂപണാം നാമ 30-ോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നമുക്ക് സമയം കളയണ്ട, പെട്ടെന്ന് 31-ാം അധ്യായം, അതായത് ഈ സ്കന്ധത്തിൽ അവസാനത്തെ അധ്യായമാണത്. അത് എത്ര ശ്ലോകമാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ 31 ശ്ലോകമേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 31-ാം അധ്യായം. മൈത്രേയ ഉവാച. 1. തത ഉൽപ്പന്ന വിജ്ഞാന അശ്വദോക്ഷജഭാഷിതം സ്മരന്ത ആത്മജേ ഭാര്യാം വിസൃജ്യ പ്രാവജൻ ഗൃഹാത്. അതാണ് 1-ാമത്തെ ശ്ലോകം. അതിന് വാക്കാർത്ഥം പറയുമ്പോൾ, അനന്തരം ഉത്ഭവിച്ച വിജ്ഞാനത്തോടു കൂടിയവരും ഭഗവാന്റെ വാക്കിനെ ഓർക്കുന്നവരുമായിട്ട് പുത്രനിൽ ഭാര്യയെ സമർപ്പിച്ചിട്ട് ഗൃഹത്തിൽ നിന്ന് വേഗത്തിൽ പുറപ്പെട്ടു പോയി എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം 31-ാമത്തെ അധ്യായത്തിൽ പ്രചേതസ്സുകളുടെ പരമഫലപ്രാപ്തിയെക്കുറിച്ച് മൈത്രേയൻ വിതുരനോട് പറയുന്നു. മൈത്രേയൻ എന്താ പറഞ്ഞത്? ഇപ്രകാരം ബഹുകാലം കഴിഞ്ഞപ്പോൾ പ്രചേതസ്സുകളെ മനസ്സിൽ സംസാര വിരക്തി ജനിച്ചു. സംസാരത്തിൽ നിവർത്തിക്കണം. ഇനി സഹസ്രദിവ്യ സംവത്സരം കഴിഞ്ഞാൽ ഗൃഹധർമ്മത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് പരമപുരുഷാർത്ഥത്തെ പ്രാപിക്കുവാൻ ഉപകരിക്കുന്ന മാർഗത്തെ ആശ്രയിച്ചുകൊള്ളുവിൻ എന്ന് ഭഗവാൻ അരുളി ചെയ്തതിനെ ഓർത്ത് പുത്രനായ ദക്ഷിണൽ ഭാര്യയെ സമർപ്പിച്ചു. മാതാവിനെ സംരക്ഷിപ്പാൻ ദക്ഷൻ എന്ന പുത്രനെ ഏൽപ്പിച്ചു. ഉടൻ ഗൃഹത്തിൽ നിന്ന് അവർ പുറപ്പെട്ടു പോയി എന്ന് പറഞ്ഞു. ഇനി 2-ാമത്തെ ശ്ലോകം പറയുന്നു. ദീക്ഷിതാ ബ്രഹ്മസത്രേണ സർവഭൂതാത്മമേധസ പ്രതീച്യാം വേലായാം സിദ്ധോ അഭൂദ്യത്ര ജാജലി. അതായത് സർവഭൂതങ്ങളിൽ ആത്മഭാവത്തോടുകൂടെ ബ്രഹ്മവിചാരത്താൽ ദീക്ഷിച്ചവനായിട്ട് യാതൊരു സ്ഥാനത്തിൽ ജാജലി എന്ന മഹർഷി സിദ്ധനായോ പടിഞ്ഞാറുദിക്കിൽ സമുദ്രതീരത്തിൽ എത്തിയവർ എന്ന് പറഞ്ഞു. അതൊരു ഇൻകംപ്ലീറ്റ് ആണ്. അത് തിയറി മുഴുവനാവണമെങ്കിൽ വാക്യാർത്ഥം പഠിക്കണമാണ്.
സർവഭൂതങ്ങളിലും ഏകനായ ആത്മാവ് തന്നെ വസിക്കുന്നതിനാൽ ആത്മഭിന്നങ്ങളായിട്ട് യാതൊന്നുമില്ലെന്ന് സങ്കല്പിച്ച് ബ്രഹ്മത്തെക്കുറിച്ച് നിരൂപണം ചെയ്ത് സാക്ഷാത്കരിപ്പാൻ ഉറച്ചു. ഈ ഉറപ്പ് നമ്മൾക്കില്ലാതെ പോയി. പടിഞ്ഞാറേ ദിക്കിൽ സമുദ്ര തീരത്തിൻ്റെ ഒരു സ്ഥാനത്ത് വസിച്ച ആ സ്ഥാനത്തിലാണ് ജാജലി എന്ന മഹർഷി സിദ്ധിയെ പ്രാപിച്ചത്. സിദ്ധക്ഷേത്രമായതുകൊണ്ട് അവിടെ ഇരുന്ന് ബ്രഹ്മവിചാരം ചെയ്യുന്നവർക്ക് സദ്യസിദ്ധി ഉണ്ടാകുമെന്ന വിചാരത്തിലാണ് ആ സ്ഥലത്ത് വസിച്ചത്. സിദ്ധന്മാരുടെ സങ്കല്പം വിഫലമാക്കാത്തത് കൊണ്ട് ലോകത്തിൽ സിദ്ധിക്ഷേത്രങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്ന് അറിയണം. ആരായാലും എന്ത് വിടാൻ പാടില്ല? സിദ്ധി. എന്നാൽ സിദ്ധി കൊണ്ട് എന്തുണ്ടാവരുത്? അപമാനം ഉണ്ടാവരുത്. അതാ പറഞ്ഞത്. അപ്പോൾ ലോകത്തിൽ സിദ്ധിക്ഷേത്രങ്ങൾ ഉണ്ടായിരിക്കുന്നതെന്ന് അറിയണം. ഇനി അതിൽ മൂന്നാമത്തെ ശ്ലോകം പറയണു. താൻ നിർജിത പ്രാണമനോവചോദൃശോ ജിതാസനാൻ ശാന്തസമാന വിഗ്രഹാൻ പരേ അമലേ ബ്രഹ്മണി യോജിതാത്മന സുരാസുരേഢ്യോ ദദൃശേ സ്മനാരദാം. എന്താണ്? നിർജിത പ്രാണമനോവചോദൃശ, സ്വാധീനമാക്കപ്പെട്ട പ്രാണൻ, മനസ്സ്, വചനം, ദൃക്ക് എന്നിവയോടുകൂടിയവരും സ്വാധീനമാക്കപ്പെട്ട ആസനത്തോടുകൂടിയവരും ശാന്തങ്ങളും സമാധാനങ്ങളും അവയോടുകൂടിയവരും സർവോത്തമവും ശുദ്ധവുമായ ബ്രഹ്മത്തിൽ യോജിപ്പിക്കപ്പെട്ട ആത്മാവോടുകൂടിയവരുമായ താൻ അവരെ സുരാസുരേഢ്യ, ദേവന്മാരാലും അസുരന്മാരാലും സ്തുത്യനായ നാരദൻ കണ്ടു. എല്ലാവരെയും സമമായിട്ട് കണ്ടു. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണം. അതെങ്ങനെയാണ്? അവർ അവിടെ ഇരുന്ന് ബഹുകാലം സാധന ചെയ്തു. പ്രാണായാമത്താൽ വായുസഞ്ചാര മാർഗത്തെ നന്നായി അറിഞ്ഞ് അതാത് സ്ഥാനങ്ങളിൽ പ്രാണനെ നിൽപ്പിക്കുവാനും സഞ്ചരിപ്പിക്കുവാനും ശക്തന്മാരായി പ്രാണജയം നിമിത്തം മനസ്സിൻ്റെ സ്വഭാവമായ ചാഞ്ചല്യം നിലച്ചു. അപ്പോൾ വാഗാദികളായ കർമ്മേന്ദ്രിയങ്ങളും നേത്രാദികളായ ജ്ഞാനേന്ദ്രിയങ്ങളും സ്വാധീനത്തിലെത്തി. കുണ്ടലിനി ശക്തിയുടെ വികാസത്തിന് ഉചിതമായ ആസനവും സ്വാധീനപ്പെട്ടു. ശരിയായ അവയവങ്ങളെല്ലാം സമത്തിൽ നിർത്തി സർവത്തിൽ നിന്നും വിട്ടിരിക്കുന്നവനും സർവത്തിൻ്റെ ആധാരമാണെങ്കിലും നിർവികാരവുമായിരിക്കുന്ന ബ്രഹ്മത്തിൽ മനസ്സ് അടക്കിയിരിക്കുന്ന അവരെ ദേവന്മാരും അസുരന്മാരും ഒരുപോലെ പൂജിച്ച് സ്തുതിക്കുന്ന മഹാനായ നാരദ മഹർഷിയെ കണ്ടു എന്നാണ് പറഞ്ഞത്. എന്താണ് അതിൻ്റെ ഒരു വൈഭവം എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. അടുത്ത ശ്ലോകം 4. തമ്മാഗതം ത ഉദ്ധായ പ്രണിപത്യാഭിനന്ദ്യ ച പൂജയിത്വാ യഥാദേശം സുഖാസീനം മധാബ്രുവൻ. അവർ എഴുന്നേറ്റ് ആഗമിച്ചിരിക്കുന്ന അദ്ദേഹത്തെ നമസ്കരിച്ചിട്ട് അഭിനന്ദിച്ചിട്ട് വിധിപ്രകാരം പൂജിച്ചിട്ട് സുഖമായിരിക്കുന്ന അദ്ദേഹത്തോട് അനന്തരം പറഞ്ഞു. എന്താണ് പറഞ്ഞത് എന്നുള്ളത് ഇവിടെ തൽക്കാലം പറഞ്ഞിട്ടില്ല. പ്രചേതസാഊജു, പ്രചേതസ്സുകൾ എല്ലാവരും കൂടിയിട്ട് പറഞ്ഞു. 5ാമത്തെ ശ്ലോകം. സ്വാഗതം തേ സുരർഷേ അദ്യ ദൃഷ്ട്യാ നോ ദർശനം ഗതാ തവ ചാംക്രമണം ബ്രഹ്മന്നം അഭയായ യഥാരവേ.
ദേവമുനി സ്വാഗതം, അങ്ങയുടെ ആഗമനം ശോഭനം, ഭാഗ്യത്താൽ ന ദർശനം ഗത, ഞങ്ങളുടെ ദർശനത്തിന് വിഷയമായി. ബ്രഹ്മാവ്, ഹേ ബ്രഹ്മജ്ഞ, അവയുടെ സഞ്ചാരം യഥാ സൂര്യൻ്റെ സഞ്ചാരം പോലെ അഭയയായ ഭയനിവൃത്തിക്കായി കൊണ്ട് ഭവിച്ചു എന്നാണ് പറഞ്ഞത്. അതിൻ്റെ അടുത്ത ശ്ലോകം എന്താ? പ്രചേതസ്സുകൾ എന്താ പറഞ്ഞത്? ഹേ ദേവമുനെ, അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞില്ലല്ലോ. ഹേ ദേവമുനെ, അങ്ങയുടെ ആഗമനം ഞങ്ങളുടെ മംഗളത്തിനായി കൊണ്ട് തന്നെ ഉറപ്പിച്ചു. അങ്ങയെ കാണാൻ സാധിച്ചത് മഹാഭാഗ്യമായി. എന്തുകൊണ്ടെന്നാൽ അന്ധകാരത്തെ നശിപ്പിച്ച ചോരാതി ഭയത്തെ തീർത്ത് ലോകത്തെ അനുഗ്രഹിപ്പാൻ സൂര്യൻ സഞ്ചരിക്കുന്നതുപോലെ നിന്തുരുവടിയുടെ സഞ്ചാരവും സംസാരഭീതന്മാരുടെ ഭീതിയെ തീർപ്പാനായി ഉള്ളതാകുന്നുവല്ലോ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് മുഴുവൻ മനസ്സിലായിട്ടുണ്ടോ ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല, മനസ്സിലായിട്ടുണ്ടാവില്ല. ഇനി അതിൽ 6ാമത്തെ ശ്ലോകം നോക്കുക. യഥാദിഷ്ടം ഭഗവതാ ശിവേന അദോക്ഷജേന ച തൽഗൃഹേഷു പ്രസക്തായാം പ്രായശക്ഷവിധിം പ്രഭു. എന്താ അതിനർത്ഥം പറയാം? ജ്ഞാനസ്വരൂപനായ ശിവനെന്നാ. അപ്പോൾ അവിടെ ശിവനേന്നാണ് വേണ്ടത്. അപ്പോൾ ഈ ഇത് ഇവിടെ ഇങ്ങോട്ട് കൂട്ടുന്നു. ശിവനെ അദോക്ഷജന ച, ശിവനാലും ശ്രീഹരിയാലും യാതൊന്ന് ഉപദേശിക്കപ്പെട്ടുവോ അത് ഗൃഹകാര്യങ്ങളിൽ പ്രസക്താനാം ഏറ്റവും ആസക്തന്മാരായ ഞങ്ങൾക്ക് പ്രഭുവായുള്ളവനെ പ്രായശക്ഷപിതം മിക്കതും മറന്നു എന്നാണ് പറഞ്ഞത്. ഇതിന് മുമ്പേ പറഞ്ഞതിൽ മിക്കതിലും മറന്നു. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞു നിർത്താം. ഹേ പ്രഭു, പരിശുദ്ധ ജ്ഞാനമൂർത്തികളായ ശ്രീ ശിവനും ശ്രീഹരിയും ഞങ്ങളോട് ഉപദേശിച്ചിരുന്ന പരമാർത്ഥതത്വം ഗൃഹധർമ്മങ്ങളിൽ അധികം ആസക്തന്മാരായി കൊണ്ട് ഇപ്പോൾ മിക്കതും ഞങ്ങൾ മറന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയത്. അവിടെ നമുക്ക് നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ സ്നേഹാദരങ്ങൾ, യോഗക്ഷേമങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന എന്ന് സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.